ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ സെമി പോരാട്ടങ്ങളാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. ലോകകപ്പിൽ ഇത് മൂന്നാം തവണയാണ് മുൻ ചാമ്പ്യന്മാർ മാത്രം സെമിയിൽ കടക്കുന്നത്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇത് മൂന്നാം തവണയാണ് 4 മുൻ ലോക ചാമ്പ്യന്മാർ സെമി ഫൈനലിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരവും സമ്മാനിക്കുന്നത് ഫൈനലിന്റെ തീവ്രത. സെമിയിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും 1966 ശേഷം വീണ്ടും കിരീടം തേടുന്ന ഇംഗ്ലണ്ടും നേർക്കുനേർ. ലിയോണൽ മെസ്സിയുടെ അനുഭവ സമ്പത്തും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെയും ഹാരി കെയ്ന്റെയും യുവശക്തിയും ഏറ്റുമുട്ടുന്ന പോരാട്ടം. ലോക ഫുട്ബോൾ കാത്തിരിക്കുന്ന ക്ലാസിക്കാണ് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. മറുഭാഗത്ത് യൂറോപ്യൻ ഫുട്ബോളിലെ 2 വമ്പന്മാർ. യൂറോ കിരീടത്തിന്റെ ആത്മവിശ്വാസവുമായി സ്പെയിൻ, ലോക കിരീടം തിരിച്ചുപിടിക്കാനിറങ്ങുന്ന ഫ്രാൻസ്. ലെമിൻ യമാലിന്റെ മിന്നൽ മുന്നേറ്റവും കിലിയൻ എംബാപ്പയുടെ അതിവേഗാക്രമണവും നേർക്കുനേർ വരുമ്പോൾ അത് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ താരപോരാട്ടങ്ങളിലൊന്നായി മാറും. ഈ 4 ടീമുകളുടെയും യാത്രയും അതിഗംഭീരമാണ്. ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെയാണ് 4 ടീമുകളും സെമിയിലെത്തിയത്. സ്പെയിനും ഇംഗ്ലണ്ടും ഓരോ സമനില വഴങ്ങിയെങ്കിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജൈത്രയാത്ര. ഇനി പിഴവുകൾക്കിടമില്ല. ഒരു നിമിഷത്തെ പിഴവ് മതി സ്വപ്നം അവസാനിക്കാൻ. ഒരു മിന്നൽ ഗോൾ മതി ലോകകപ്പ് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കാൻ. അതുകൊണ്ടാണ് ഇത്തവണത്തെ സെമി ഫൈനലുകൾ ഒരു സാധാരണ മത്സരം മാത്രമല്ലെന്ന് പറയുന്നത്. അർജന്റീനയോ ഇംഗ്ലണ്ടോ സ്പെയിനോ ഫ്രാൻസോ ആരൊക്കെയാകും ലോകകപ്പ് ഫൈനലിലേക്ക്? ആരുടെ സ്വപ്നം തുടരും? ആരുടെ യാത്ര അവസാനിക്കും? ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്കുള്ള മഹായുദ്ധത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.